വചനം ഉള്ളിൽ പകരേണമേ. സഭാപ്രസംഗകൻ 12-ാം അധ്യായം. ഒന്നിലും സന്തോഷം തോന്നുന്നില്ല എന്ന് നീ പറയുന്ന ദുർദിനങ്ങളും വർഷങ്ങളും ആഗമിക്കും മുൻപേ യൗവനകാലത്ത് സൃഷ്ടാവിനെ സ്മരിക്കുക. സൂര്യനും പ്രകാശവും ചന്ദ്രനും നക്ഷത്രങ്ങളും ഇരുണ്ടുപോകും. വൃഷ്ടി കഴിഞ്ഞ് മറഞ്ഞ മേഘങ്ങൾ വീണ്ടും വരും. വീട്ടുകാവൽക്കാർ സംഭ്രമിക്കുകയും ശക്തന്മാർ കൂനിപ്പോവുകയും അരയ്ക്കുന്നവർ ആള് കുറവായതിനാൽ വിരമിക്കുകയും കിളിവാതിലിലൂടെ നോക്കുന്നവർ അന്ധരാവുകയും ചെയ്യും. തെരുവിലെ വാതിലുകൾ അടയ്ക്കപ്പെടും. മാവ് പൊടിക്കുന്ന ശബ്ദം മന്ദീഭവിക്കും. പക്ഷിയുടെ ശബ്ദം കേട്ട് മനുഷ്യൻ ഉണർന്നു പോകും. ഗായകരുടെ ശബ്ദം താഴും. ഉയർന്നു നിൽക്കുന്നതും വഴിയിൽ കാണുന്നതുമെല്ലാം അവർക്ക് ഭീതിജനകമാകും. ബദാം വൃക്ഷം തളിർക്കും. പച്ചക്കുതിര ഇഴയും. ആശ അറ്റുപോകും. മനുഷ്യൻ തൻ്റെ നിത്യഭവനത്തിലേക്ക് പോവുകയും വിലപിക്കുന്നവർ തെരുവീഥികളിലൂടെ നീങ്ങുകയും ചെയ്യും. വെള്ളിച്ചരട് പൊട്ടും. കനകപാത്രങ്ങൾ തകരും. അരുവിയിൽ വെച്ച് കൂടം ഉടയും. നീർത്തൊട്ടിയുടെ ചക്രം തകരും. ധൂളി അതിൻ്റെ ഉറവിടമായ മണ്ണിലേക്ക് മടങ്ങും. ആത്മാവ് തൻ്റെ ദാതാവായ ദൈവത്തിങ്കിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യും. സഭാപ്രസംഗകൻ പറയുന്നു, മിഥ്യകളിൽ മിഥ്യ, സമസ്തവും മിഥ്യ. ഉപസംഹാരം. സഭാപ്രസംഗകൻ ജ്ഞാനിയായിരുന്നു. കൂടാതെ അവൻ ആപ്തവചനങ്ങൾ വിവേചിച്ച് പഠിക്കുകയും ക്രമത്തിൽ അടുക്കുകയും ചെയ്തതുകൊണ്ട് ജനങ്ങൾക്ക് അറിവ് പകർന്നു. ഇമ്പമുള്ള വാക്കുകൾ കണ്ടുപിടിക്കാൻ സഭാപ്രസംഗകൻ ശ്രമിച്ചിട്ടുണ്ട്. സത്യവചസ്സുകൾ സത്യസന്ധമായി രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. ജ്ഞാനിയുടെ വാക്കുകൾ ഇടയൻ്റെ വടി പോലെയാണ്. ഇടയൻ്റെ സമാഹരിക്കപ്പെട്ട സൂക്തങ്ങൾ തറഞ്ഞു കയറിയ ആണികൾ പോലെയാണ്. മകനെ, ഇതിലപ്പുറമുള്ള സകലത്തിലും നീ മുൻകരുതലുള്ളവനായിരിക്കണം. നിരവധി ഗ്രന്ഥങ്ങൾ നിർമ്മിക്കുക എന്നു വെച്ചാൽ അതിന് അവസാനമുണ്ടാവുകയില്ല. അധ്യയനം അധികമായാൽ അത് ശരീരത്തെ തളർത്തും. പരിസമാപ്തി ഇതാണ്: എല്ലാം കേട്ടുകഴിഞ്ഞത് തന്നെ. ദൈവഭയമുള്ളവനായിരിക്കുക. അവിടുത്തെ കൽപ്പനകൾ പാലിക്കുക. മനുഷ്യൻ്റെ മുഴുവൻ നല്ലതോ ചീത്തയോ ആയ ഏതു നിഗൂഢ പ്രവൃത്തിയും ദൈവം നീതിപീഠത്തിന് മുൻപിൽ കൊണ്ടുവരും.